എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചിട്ടാണ്. ഇൻസോംനിയ അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസോർഡർ. അതിൻ്റെ പരിഹാരങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെയാണ്, അതിൻ്റെ കാരണങ്ങളും ഒക്കെയാണ് ഞാനിന്ന് പറയുന്നത്. ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും വിശ്രമം ലഭിക്കുന്ന ഒരു ഘടകമാണ് ഉറക്കം എന്ന് പറയുന്നത്. അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും വരും. എന്താണ് ഇൻസോംനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ നിന്നും എണീക്കുക, അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എണീക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടക്കുക. ഇതാണ് ഇൻസോംനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ നമുക്ക് ഉറക്കം കുറയാം. അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും നമുക്ക് ആ ഉറക്കം കുറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്ഷീണം കൊണ്ടായിരിക്കും, ചിലപ്പോൾ നമുക്ക് ആ യാത്ര ചെയ്ത് വന്നിട്ടുണ്ടാവുന്ന ഒരു ഇതുകൊണ്ടായിരിക്കും നമുക്ക് ഉറക്കം കുറഞ്ഞിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കും നമുക്ക് ഉറക്കം കുറഞ്ഞിട്ടുണ്ടാവുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സങ്കടപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും നമുക്ക് ഉറക്ക പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ അതൊക്കെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ അത് റെഡിയാവും. പക്ഷെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന, ചിലപ്പോൾ മാസങ്ങളോളം, വർഷങ്ങളോളം, ചിലപ്പോൾ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ അത് ഇൻസോംനിയയാണ്. അതൊരു സ്ലീപ്പ് ഡിസോർഡർ ആണ്. അത് നമ്മുടെ ശരീരത്തെ നല്ലോണം ബാധിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം പ്രശ്നങ്ങളുണ്ടാവും, വളരെയധികം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ബാധിക്കും. നമ്മളെ മെന്റൽ ഹെൽത്തിനെ അത് ഓക്കെ ആക്കില്ല. ഒരിക്കലും നമ്മളെ മെന്റൽ ഹെൽത്തിനും ഒരിക്കലും അതൊരു ഓക്കെ ആക്കുന്ന ഒരു കാര്യമല്ല. ഇൻസോംനിയയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് വൺ ഉറക്കമില്ലായ്മ, ഇടക്കിടക്ക് ഉറക്കത്തിൽ നിന്ന് എണീക്കുക. രണ്ടാമത്തെ കാര്യമാണ് തലവേദന വരിക. മൂന്നാമത്തെ കാര്യമാണ് ഉറക്കത്തിൽ നിന്നും എണീറ്റ് കഴിഞ്ഞ് രാവിലെ ആയി കഴിഞ്ഞാൽ ആളുകളുടെ അടുത്ത് വെറുതെ ചൂടാവുക. അതുപോലെ തന്നെ ഈ ഒരു രാത്രി കിടക്കുന്ന സമയത്ത് ചായ, കാപ്പി, കഫെയിൻ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കക്കുറവുണ്ടാവും. ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ രാത്രി ഫോണിൽ നോക്കി കിടക്കുക. ഫോണിൽ നോക്കി കിടക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ ലക്ഷണമാണ് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തോ പഠിക്കുന്ന സമയത്തോ നമുക്കൊരു ശ്രദ്ധ വരാതിരിക്കുക. നമുക്ക് പഠിക്കാനൊരു മൂഡ് തോന്നില്ല, നമുക്ക് ജോലി ചെയ്യാനൊരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവില്ല, ഒരു ഉറക്കം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനി നമുക്ക് ഇൻസോംനിയയുടെ കാരണങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. ഈ ഇൻസോംനിയയുടെ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ മാനസിക സമ്മർദ്ദം. അതായത് ഈ മാനസിക സമ്മർദ്ദം എന്ന് പറയുമ്പോൾ പരീക്ഷയിലുള്ള ഭയം, ഡിപ്രഷൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അത് നമുക്ക് നല്ലോണം ബാധിക്കും. അത് നമ്മളെ ഉറക്കത്തെയും ബാധിക്കും. ഫാമിലി പ്രോബ്ലംസ് അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഉറക്കത്തെ നല്ലോണം ബാധിക്കും. രണ്ടാമത്തെ കാര്യമാണ് ജീവിതശൈലി. അതിൽ പറയുന്നത് രാത്രി മൊബൈൽ ഫോൺ ഉപയോഗം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഇങ്ങനെ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് അതൊക്കെ ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്ത് പോവുക. ഇതൊക്കെ ജീവിതശൈലിയിലുള്ള കാര്യങ്ങളാണ്. അതുപോലെ ചായ, കാപ്പി, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, അങ്ങനെയുള്ള പദാർത്ഥം, കഫെയിൻ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ കഴിക്കുക. ഇതൊക്കെ ജീവിതശൈലിയിലുള്ളതാണ്. ഇതൊക്കെയാണ് ഇൻസോംനിയയുടെ കാരണങ്ങൾ എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ. പലതരത്തിലുള്ള വേദനകൾ വരിക, അതുപോലെ പലതരത്തിലുള്ള അസുഖങ്ങൾ വരിക. അപ്പോൾ നമുക്ക് ശ്വാസം മുട്ട് വരിക, അതുപോലെ വേറെ എന്തെങ്കിലും ഡിപ്രഷൻ, പനി, അങ്ങനെയുള്ള അസുഖങ്ങൾ വരിക. ഇതൊക്കെ നമുക്ക് ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് നമുക്ക് ഒരു ഇൻസോംനിയ എന്നുള്ള കാരണമുള്ളത് കൊണ്ടാണ് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഈ ഉറക്കക്കുറവ് തുടർന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും. നമ്മുടെ ശരീരത്തിന് എപ്പോഴും ക്ഷീണമായിരിക്കും. ഓർമ്മശക്തി കുറവുണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും, ആങ്സൈറ്റി, പാനിക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഉറക്കക്കുറവ് ദീർഘകാലം നീണ്ടു നിന്നാലുള്ള കാര്യം ഞാൻ പറയുന്നത്. ഡിപ്രഷൻ ഉണ്ടാവും, പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ശരീരത്തിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. തലവേദന, ചിലപ്പോൾ ഇന്ന് തലവേദനയാണെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും അസുഖമായിരിക്കും. ചിലപ്പോൾ വേറെ എന്തെങ്കിലും പലതരത്തിലുള്ള രക്തത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ, നമുക്ക് ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. അതായത് ഇപ്പോൾ ഷുഗർ, പ്രഷർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് വരും. ഇല്ലാത്ത ഒരാളായിരിക്കാം, പക്ഷെ അതൊക്കെ പെട്ടെന്ന് വരിക. ഇനി നമുക്ക് ഇതിനുള്ള പരിഹാരം നോക്കാം. പരിഹാരവും ചികിത്സയും നോക്കാം. ഈ ഉറക്കക്കുറവ് തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ഉറങ്ങുക. അതായത് എല്ലാ ദിവസവും ഒരേ സമയം കിടന്നുറങ്ങുക. ഫോൺ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ 1 മണിക്കൂർ മുമ്പ് ഫോണ് ഉപയോഗിച്ച് അത് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ട് വേണം നിങ്ങൾ കിടക്കാൻ. 1 മണിക്കൂർ മുമ്പേ അത് നിർത്തി വെച്ചിട്ട് വേണം നിങ്ങൾ കിടക്കാൻ. അതുപോലെ തന്നെ ഈ കാപ്പി, കഫെയിൻ, അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ മുറി ഇരുണ്ടതും ശാന്തവുമാക്കുക. റിലാക്സേഷൻ കിട്ടണം. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് റിലാക്സേഷൻ കിട്ടണം. മുറി ഇരുണ്ടതും ഒരു ശാന്തമാക്കുന്ന രീതിയിൽ വേണം നിങ്ങളെ റൂം നിങ്ങൾ സെറ്റ് ചെയ്യാൻ.
വെളിച്ചം ഒരിക്കലും ഉണ്ടാവരുത്. വെളിച്ചം ഉണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റില്ല. വെളിച്ചം തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എണീക്കും ചില ആൾക്കാർ. അതൊക്കെ ഇതിൻ്റെ പ്രശ്നങ്ങളാണ്, ഈ ഉറക്കക്കുറവിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പരിഹാരങ്ങളാണ്. ഒന്നാമത്തെ കാര്യമാണ്, നിങ്ങൾ ഈ രോഗം, അതായത് ഈ ഒരു ഇൻസോമിയ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ഡിസോർഡർ നിങ്ങൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യമാണ് ഉറക്കം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ കടന്നുറങ്ങുക. ഒരേ സമയം തന്നെ നിങ്ങൾ കടന്നുറങ്ങുക. എല്ലാ ദിവസവും ഒരേ സമയം തന്നെ കടന്നുറങ്ങുക. 1 മണിക്കൂർ മുമ്പ് തന്നെ നിങ്ങളുടെ ഫോൺ നിങ്ങൾ എടുത്തു വെച്ചിട്ട് വേണം കടന്നുറങ്ങാൻ. അതുപോലെ തന്നെ ഡീപ്പായിട്ട് ബ്രീത്തിങ് ചെയ്യുക, ലഘു വ്യായാമം ചെയ്യുക. നിങ്ങൾ വെള്ളം നല്ലോണം കുടിക്കണം. അതുപോലെ തന്നെ രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് രാത്രി വ്യായാമമൊക്കെ ചെയ്യണത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഉറക്കം പ്രോപ്പറായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. ഉറക്കത്തെ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുനടക്കാനും പറ്റും. അതുപോലെ തന്നെ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ചികിത്സ നേടുക. ഈ ഒരു ഉറക്കക്കുറവ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ദീർഘകാലം നിൽക്കുന്ന, നിങ്ങൾക്ക് കടുത്തു ആ ഉറക്കക്കുറവ് നല്ലോണം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായവും നിങ്ങൾ തേടുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞ രീതിയിൽ മാത്രമാണെങ്കിൽ നിങ്ങൾ ഉറക്കക്കുറവിൻ്റെ മരുന്ന് കഴിക്കുക, ഗുളിക കഴിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളെ ഉറക്കം നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് ഡോക്ടർ പറയാതെ നിങ്ങൾ ഉറക്കക്കുറവിൻ്റെ ചിലപ്പോൾ 2-3 ദിവസം നിൽക്കുന്ന ഉറക്കക്കുറവാണെങ്കിൽ നിങ്ങൾ അതിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ മാത്രം നിങ്ങൾ അതിന് മരുന്ന് കഴിക്കുക. നിങ്ങൾ വ്യായാമം നല്ലോണം ചെയ്യുക, വെള്ളം നല്ലോണം കുടിക്കുക. പിന്നെ അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ഒരേ സമയത്ത് കിടന്നുറങ്ങാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഇൻസോംനിയ എന്ന് പറയുന്നത്. ഈ ഇൻസോംനിയയുടെ പരിഹാരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഉറക്കക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പരിഹരിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഉറക്കക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം കൊണ്ടുവരാനും കറക്റ്റായിട്ട് ഉറങ്ങാനും റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് കടന്നുറങ്ങാനും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.